എല്ലാവർക്കും റീഡിംഗ് സ്റ്റോറീസ് എന്ന മലയാളം യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത് ചാക്കോ കൊലക്കേസും സുകുമാരക്കുറിപ്പും. ഇത് 2006 പ്രസിദ്ധീകരിച്ച ഒരു ബുക്കിലാണ്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും സംഭവങ്ങൾ നടന്നിരിക്കുന്നത് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്. പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറിപ്പിനെ കുറിച്ച് കേൾക്കാത്തവരാരും ഉണ്ടാവില്ല. എന്തായാലും നമുക്ക് കേട്ടു നോക്കാം. 1984 ജനുവരി 21. അന്ന് അർത്തുങ്കൽ പള്ളിയിൽ പെരുന്നാളായിരുന്നു. ഫിലിം റെപ്രസെന്റേറ്റീവ് AJ ചാക്കോയുടെ ഭാര്യ ശാന്തമ്മ തന്റെ ഭർത്താവിനെ കാത്തിരിക്കുകയാണ്. പക്ഷേ ചാക്കോ വന്നില്ല. പിറ്റേന്ന് ഞായറാഴ്ചയും ചാക്കോ എത്തിയില്ല. ഇനി ഒരിക്കലും ചാക്കോ മടങ്ങി വരികയുമില്ല. ചാക്കോ വരാതിരിക്കാനുള്ള തന്ത്രം മെനയുന്നത് അയാളെ കാണാതാകുന്നതിന് 3 മാസം മുമ്പാണ്. അതെ, 1983 ഒരു സന്ധ്യാവേള. അങ്ങ് അബുദാബിയിലെ കാന്തിയ പാർക്കിൽ വെച്ച് 2 സുഹൃത്തുക്കൾ സംസാരിക്കുകയാണ്. ഒരാൾ അബുദാബിയിലെ സ്വകാര്യ കമ്പനിയിൽ സ്റ്റോർമാനായി ജോലി നോക്കുന്നു. അപരൻ മറ്റൊരു കമ്പനിയിലെ ഓഫീസ് ബോയ്. സ്വദേശം ആലപ്പുഴ. അടുത്ത സുഹൃത്തുക്കളാണ് ഇരുവരും. പാർക്കിലെ സിമന്റ് ബെഞ്ചിലിരുന്ന് തമാശകൾ പറയുന്നതിനിടെ ഓർക്കപ്പുറത്തായിരുന്നു സ്റ്റോർമാനായി ജോലി നോക്കുന്നയാളുടെ ചോദ്യം. നീ ആരെയെങ്കിലും കൊന്നിട്ടുണ്ടോ? ആ ഓഫീസ് ബോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അപ്പോഴതാ വളരെ രഹസ്യമായി മറ്റൊരു ചോദ്യം. നിനക്കൊരാളെ കൊല്ലാമോ? ഓഫീസ് ബോയ് ഒന്ന് ഭയന്നു. ജീവിതത്തിൽ അന്ന് വരെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് അയാൾ ചിന്തിച്ചിട്ട് പോലുമുണ്ടായിരുന്നില്ല. സ്റ്റോർമാൻ തുടർന്നു. വെറുതെ വേണ്ട, 25,000 രൂപ തരാം. മാത്രമല്ല, എനിക്ക് ചെയ്തു തരുന്ന ഒരു വലിയ സഹായവുമായിരിക്കും അത്. ഓഫീസ് ബോയ് പകച്ചിരിക്കുകയാണ്. വിറയാർന്ന ശബ്ദത്തിൽ അവൻ ചോദിച്ചു, ആരെയാണ് കൊല്ലേണ്ടത്? സ്റ്റോർമാൻ ചിരിച്ചു. മങ്ങിയ കറുപ്പു നിറമുള്ള കൃഷ്ണമണികൾ തിളങ്ങി. ആരെയെങ്കിലും, എന്നെ പോലുള്ള ആരെയായാലും മതി. ഒന്നും പിടികിട്ടാതിരുന്ന ഓഫീസ് ബോയ്ക്ക് സ്റ്റോർമാൻ കാര്യങ്ങൾ വിശദമാക്കി കൊടുത്തു. എങ്ങനെയെങ്കിലും പെട്ടെന്ന് കുറെ പണമുണ്ടാക്കുക, ആർഭാടമായി ജീവിക്കുക. 8 ലക്ഷം രൂപയുടെ കമ്പനി ഇൻഷുറൻസ് ഉണ്ട്. പക്ഷേ മരിച്ചു കഴിഞ്ഞ് ലഭിക്കുന്ന തുക കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം? ഗൾഫിലെത്തിയിട്ട് നീണ്ട 13 വർഷമായി. എന്നിട്ടും കാര്യമായി ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ല. അപകടത്തിൽ മരിച്ചതായി തെളിവുണ്ടാക്കിയ ഇൻഷുറൻസ് തുക നഷ്ടപരിഹാരമായി ഭാര്യയ്ക്ക് കിട്ടും. പിന്നെ ആരും അറിയാതെ കുടുംബസമേതം മറ്റേതെങ്കിലും നാട്ടിൽ സുഖമായി കഴിയാം. കാൽദിയ പാർക്കിൽ ഇരുട്ട് പടരുമ്പോൾ ഇരുവരും ചേർന്ന് കൊലപാതകത്തിനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുകയായിരുന്നു. 1984 ജനുവരി 6 ഇരുവരും നാട്ടിലെത്തി. ചെറിയ നാട്ടിലുള്ള ഭാര്യ വീട്ടിലായിരുന്നു സ്റ്റോർമാന്റെ താമസം. നാട്ടിലെ തന്റെ വിശ്വസ്തരായ 2 പേരെ കൂടി സ്റ്റോർമാൻ തന്റെ പദ്ധതികളിൽ പങ്കാളികളാക്കി. പൊന്നപ്പനും ഭാസ്കരപിള്ളയും. സ്റ്റോർമാന്റെ ടൂറിസ്റ്റ് ടാക്സിയുടെ ഡ്രൈവറായിരുന്നു പൊന്നപ്പൻ. ചെറിയാനാവട്ടെ സ്മിതാ ഭവനിൽ ഇവർ 4 പേരും ഒത്തുകൂടി. പക്ഷേ ആരെയാണ് കൊല്ലേണ്ടത്? സ്റ്റോർമാൻ പറഞ്ഞു. എന്റെ നീളവും വണ്ണവും ഒത്തുകിട്ടിയാൽ മതി. ഒരു യാത്രക്കിടയിൽ അത്തരം ആളെ കണ്ടുകിട്ടാവുന്നതേ ഉള്ളൂ. ഇതിനിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നോക്കിയെങ്കിലും ഇവരുടെ ആവശ്യത്തിന് ഒതുങ്ങുന്ന ശവശരീരം സ്റ്റോക്കിലില്ല. പൊതുശ്മശാനത്തിൽ നിന്ന് ഒരെണ്ണം മാന്തിയെടുക്കാനും ശ്രമിക്കാതിരുന്നില്ല. ഒടുവിൽ ആ ശ്രമം ഉപേക്ഷിച്ചു. ജനുവരി 21 ശനിയാഴ്ച രാത്രി 8 മണിയോടടുത്ത് കാണും. 4 സംഘം നന്നായി മദ്യപിച്ചു. പിന്നീട് ടൂറിസ്റ്റ് ടാക്സിയിൽ അവർ ഇരയെ തേടി യാത്ര തിരിച്ചു. ഈ സ്റ്റോർമാന്റെ വേട്ടയ്ക്കായി അപ്പോഴേക്കും ചാക്കോ എന്ന ഇരയെ വിധി ഒരുക്കി നിർത്തിയിരുന്നു. ആലപ്പുഴയ്ക്കടുത്ത് കരുവാറ്റ ഹരി തിയേറ്റേഴ്സിൽ സെക്കൻഡ് ഷോ സിനിമ തുടങ്ങി. മമ്മൂട്ടിയും രതീഷും മത്സരിച്ചഭിനയിച്ച ഒരു മുഖം ഫലമുഖം എന്ന ചിത്രം. വിജയ ഫിലിംസിന്റെ റെപ്രസെന്റേറ്റീവ് AJ ചാക്കോ. അതെ, അർത്തുങ്കൽ പള്ളിയിൽ പെരുന്നാൾ കൂടാൻ ഒരുമിച്ച് പോകാൻ കാത്തിരുന്ന ശാന്തമ്മയുടെ ഭർത്താവ് ചാക്കോ. അയാളാണ് പ്രിന്റുമായി തിയേറ്ററിലെത്തിയത്. ആലപ്പുഴയിലെ തത്തമ്പള്ളിയിലെ ഭാര്യ വീട്ടിലേക്ക് മടങ്ങാൻ ബസ് കാത്തു നിൽക്കുകയാണ് ചാക്കോ. കല്യാണം കഴിഞ്ഞിട്ട് കഷ്ടി 1 വർഷമാകുന്നു. അതുകൊണ്ട് തന്നെയാണ് രാത്രി വൈകിട്ടും വീട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചത്. ചാക്കോ വാച്ചിൽ നോക്കി. സമയം രാത്രി 10:30. ഇനി തത്തമ്പിള്ളിയിലേക്ക് ബസ്സില്ല. വേണമെങ്കിൽ തിയേറ്ററിൽ തന്നെ കിടന്നുറങ്ങാം. പക്ഷേ ഭാര്യയെ തനിച്ചാക്കുന്നത് എങ്ങനെ? മാത്രമല്ല,
രാവിലെ പെരുന്നാളിന് ശാന്തമ്മയും കൂട്ടി പോകേണ്ടതാണ്. ആലപ്പുഴയ്ക്ക് പോകാൻ ഏതെങ്കിലും വണ്ടി കിട്ടാതിരിക്കില്ല. ചാക്കോ കാത്തു നിന്നു. ഒന്ന് രണ്ട് ലോറികൾ ചീറിപ്പാഞ്ഞു വന്നപ്പോ ചാക്കോ കൈ നീട്ടി. പക്ഷെ ഒന്നും നിർത്തിയില്ല. അല്പം നിരാശയോടെ നിൽക്കുമ്പോൾ സാവധാനം ഒരു കാറ് ദൂരെ നിന്ന് വരുന്നു. ചാക്കോ കൈകൊട്ടി. കാറിനുള്ളിൽ അബുദാബിയിൽ നിന്നെത്തിയ ഓഫീസ് പോയി. പിന്നെ ഭാസ്കര പിള്ളയും ഡ്രൈവർ പൊന്നപ്പനുമായിരുന്നു. വണ്ടിയുടെ പ്രകാശത്തിൽ റോഡിൽ കണ്ട ചെറുപ്പക്കാരന് നേരെ പൊന്നപ്പൻ മറ്റുള്ളവരോട് കണ്ണുരുട്ടി. അവർക്ക് കാര്യം മനസ്സിലായി. ഇരയെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. കാർ നിർത്തി. ചാക്കോ ആകാംക്ഷയോട് ചോദിച്ചു, ആലപ്പുഴയ്ക്കാണോ? അതെ, കയറിക്കോളൂ. ഡ്രൈവർ അനുമതി നൽകി. ചാക്കോ മുൻസീറ്റിൽ കയറി. കാറ് മുന്നോട്ട് നീങ്ങി. ചാക്കോ പിന്തിരിഞ്ഞു നോക്കുമ്പോഴാണ് പിൻസീറ്റിൽ മറ്റു രണ്ടുപേരെ കൂടി കാണാനായത്. അയാൾ മറ്റൊന്നും ചിന്തിച്ചില്ല. എങ്ങനെയെങ്കിലും വീട്ടിലെത്താനുള്ള തിരക്കിലായിരുന്നു. അബുദാബിയിൽ നിന്നെത്തിയ സ്റ്റോർമാൻ മറ്റൊരു കാറിൽ പിന്നാലെ ഉണ്ടായിരുന്നു. ജഡം കത്തിക്കാനായി കഴിഞ്ഞ ദിവസം 19,000 രൂപയ്ക്ക് വാങ്ങിയ പഴയ കാറായിരുന്നു അത്. വില കൂടിയ ടൂറിസ്റ്റ് കാർ എന്തിന് വെറുതെ കത്തിച്ചു കളയണം? അല്പം കഴിഞ്ഞ് ചാക്കോയുടെ പിന്നിലിരുന്നവർ ഒരു ബ്രാൻഡി കുപ്പി പുറത്തെടുത്തു. മദ്യം കഴിച്ചു തുടങ്ങി. ഒരു ഗ്ലാസ് ചാക്കോയ്ക്ക് നീട്ടി. ചാക്കോ സ്നേഹപൂർവ്വം അത് നിരസിച്ചു. ഭാസ്കരൻ പിള്ളയും ഓഫീസ് ബോയും നിർബന്ധിച്ചു. നിർബന്ധം പിന്നെ ഭീഷണിയായി. ചാക്കോയ്ക്ക് കാര്യം അത്ര പന്തിയല്ലെന്ന് മനസ്സിലായി. പക്ഷെ അപ്പോഴേക്കും വൈകിയിരുന്നു. മയക്കുമരുന്ന് കലർത്തിയ മദ്യം ചാക്കോയെ ബലമായി കുടിപ്പിച്ചു. ചാക്കോയ്ക്ക് ബോധം നഷ്ടപ്പെട്ടു തുടങ്ങി. ഭാസ്കരപിള്ള ചാക്കോയുടെ കഴുത്തിൽ തോർത്തുമുണ്ട് മുറുക്കി. ഒന്ന് നിലവിളിക്കാൻ പോലുമാകാതെ ചാക്കോ പൊന്നപ്പന്റെ മടിയിലേക്ക് മരിച്ചു വീണു. രാത്രി ഏതാണ്ട് 1 മണിയോടെ 2 കാറുകളും ചെറിയനാട്ടെ സ്മൃതിഭവനിലെത്തി. ഓഫീസ് ബോയും ഭാസ്കരപിള്ളയും ചേർന്ന് മൃതദേഹം വീടിനടുത്തുള്ള കുളിമുറിയിൽ എത്തിച്ചു. ചാക്കോ ധരിച്ചിരുന്ന പാന്റും ഷർട്ടും അടിവസ്ത്രവും വിവാഹമോതിരവും ഊരിമാറ്റി. പകരം സ്റ്റോർമാന്റെ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. പിന്നെ ചാക്കോയുടെ മുഖം പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. ഒരു കാരണവശാലും ആളിനെ തിരിച്ചറിയരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. സ്റ്റോർമാൻ ഒരിക്കൽ കൂടി പരിശോധിച്ചു. കുഴപ്പമില്ല. ഒറ്റ നോട്ടത്തിൽ ഇത് തന്റെ ജഡമാണെന്ന് തോന്നും. ബാക്കി ഭാഗം കൂടി കത്തുമ്പോൾ ശരിയാകും. മൃതദേഹം ഡിക്കിയിലാക്കി ഇരുകാറും വീണ്ടും ഓടിത്തുടങ്ങി. മാവേലിക്കര ചെങ്ങന്നൂർ റൂട്ടിലെ കൊന്നം കുല്ലങ്കടവ് പാലത്തിന് സമീപം കാർ കത്തിക്കാനാണ് അവർ തീരുമാനിച്ചത്. ഈ ഭാഗത്ത് റോഡിന്റെ 2 വശത്തും നെൽപ്പാടങ്ങളാണ്. ആൾപ്പാർപ്പില്ലാത്തതിനാൽ പ്രശ്നമുണ്ടാകില്ല. കാർ വയലിലേക്ക് ഇറക്കിയിട്ടു. ചാക്കോയുടെ ജനം ഭാസ്കരപിള്ള കോരിയെടുത്ത് ഡ്രൈവറുടെ സീറ്റിലിരുത്തി. കരുതിയിരുന്ന പെട്രോൾ ജഡത്തിലും കാറിലും ഒഴിച്ചു. ഭാസ്കരപിള്ള തീ കൊളുത്തി. എല്ലാം ഭദ്രം. ഞാൻ മരിച്ചിരിക്കുന്നു, സ്റ്റോർമാൻ സുഹൃത്തുക്കളോട് പറഞ്ഞു. എല്ലാം രഹസ്യമായിരിക്കണം. ആർക്കും ഒരു സംശയവും തോന്നരുത്. ഇത് പറഞ്ഞ് അപ്രത്യക്ഷനായ സ്റ്റോർമാനെ നിങ്ങൾ അറിയും. പിടികിട്ടാപ്പള്ളി സുകുമാരക്കുറുപ്പ്. ഈ ക്രൂര കഥയുടെ ഉള്ളറയിലേക്ക് കടക്കും മുമ്പ് ഇതിലെ കഥാപാത്രങ്ങളെ ഒന്ന് പരിചയപ്പെടാം. TK ഗോപാലകൃഷ്ണക്കുറുപ്പ് സുകുമാരക്കുറുപ്പാകുന്നു. സ്ത്രീയും മദ്യവും ഈ കുറിപ്പിന് ഒഴിച്ചുകൂടാനാകാത്ത ബലഹീനതയാണ്. ചെറുപ്രായത്തിൽ തന്നെ ഇവ രണ്ടിന്റെയും ചൂടറിഞ്ഞ കുറിപ്പ് അത് ആവോളം ആസ്വദിക്കാനാണ് തന്റെ അധ്വാനം അത്രയും ഉപയോഗിച്ചത്. നാട്ടിലും മറുനാട്ടിലുമായി പരശതകം യുവതികളുമായി അവിശുദ്ധ ബന്ധങ്ങൾ അനുദിനമെന്നോണം അരങ്ങേറി. കോളേജിൽ എത്തിയതു മുതൽ പെൺകുട്ടികളെ കറക്കിയെടുക്കാൻ ഇയാൾ മിടുക്കനായിരുന്നു. അന്ന് സഹപാഠിയായിരുന്ന ഒരു പെൺകുട്ടിയുമായി കക്ഷി കടുത്ത പ്രണയത്തിലായി. മധ്യ തിരുവിതാംകൂറിലെ ഏറെ അറിയപ്പെടുന്ന ഒരു ഉന്നത കുടുംബത്തിലെ അംഗമായിരുന്നു കുറുപ്പിന്റെ കാമുകി. അവർ ക്ലാസ് കട്ട് ചെയ്ത് പാർക്കിലും തിയേറ്ററിലും മറ്റു പലയിടങ്ങളിലുമായി ചുറ്റിത്തിരിഞ്ഞു. ഒടുവിൽ ആ ബന്ധം കാമുകിയെ ഗർഭിണിയാക്കി. ആ കോളേജ് കുമാരി കുറുപ്പിനെ ശരണം പ്രാപിച്ചു. പക്ഷെ വിദഗ്ധനായ കുറുപ്പ് അവളെ സ്നേഹപൂർവ്വം കോട്ടയത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലാക്കി. ആ ആശുപത്രിയിൽ വെച്ച് അവൾക്കൊരു അബോർഷൻ നടത്തി. പെട്ടെന്ന് പെൺകുട്ടിയുടെ നില വഷളായപ്പോൾ കുറുപ്പ് മുങ്ങി. മകളെ കാണാതെ അന്വേഷിച്ചിറങ്ങിയ മാതാപിതാക്കളും ബന്ധുക്കളും ഒടുവിൽ ആശുപത്രിയിലെത്തി. മറ്റാരും അറിയാതെ ആശുപത്രി ബില്ലും തീർത്ത് രാഖി രാമാനും പെൺകുട്ടിയും കൊണ്ട് വീട്ടുകാർ മടങ്ങി. അന്ന് കേരളം വിട്ട കുറുപ്പ് എങ്ങനെയോ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലിക്കാരനായി.
പക്ഷെ കുറിപ്പിന് ഏറെക്കാലം അവിടെ തന്നെ തുടരാൻ മനസ്സ് വന്നില്ല. വിശാലമായ മേച്ചിൽപ്പുറങ്ങൾ ലോകത്തെമ്പാടും കിടക്കുമ്പോ എയർഫോഴ്സിലെ ചിട്ടകൾ പാലിച്ച് കാലം കഴിക്കുന്നത് എന്തിനാണെന്ന് അയാൾക്ക് തോന്നി. ഒടുവിൽ അയാൾ ഒരു തീരുമാനമെടുത്തു. അകാല ചരമം അടയുക. യഥാർത്ഥത്തിൽ അല്ല, എന്നാൽ മാലോകരെ അങ്ങനെ ധരിപ്പിക്കുക. അതിനായി ജോലിയിലിരിക്കെ അവധിക്ക് നാട്ടിൽ പോയിട്ട് വീട്ടിൽ എത്തിച്ചേർന്നില്ലെന്ന് വരുത്തിയാണ് എയർഫോഴ്സിൽ നിന്നും മുങ്ങിയത്. മരിച്ചയാൾക്ക് അവകാശപ്പെട്ട പെൻഷൻ തുക. ചാക്കോയെ വധിച്ചതിന്റെ പിന്നാമ്പുറകത്തുകൾ പുറത്താവുന്നത് വരെ കുറുപ്പിന്റെ പിതാവ് മാസാമാസം ഒപ്പിട്ട് വാങ്ങിക്കൊണ്ടിരുന്നു. പേരിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലാത്ത മനുഷ്യനാണ് സുകുമാരക്കുറുപ്പ്. കുറുപ്പിനെ അടുത്ത് നിന്നവർക്ക് ഈ മനുഷ്യന്റെ വിചിത്ര സ്വഭാവത്തെക്കുറിച്ച് നന്നായി അറിയാം. തന്ത്രങ്ങളുടെ വഴിയെ നടന്നു മറയുന്ന കുറുപ്പിന് ഇതും ഇതിലപ്പുറവും ചെയ്യാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. ചെറിയനാട് ദേവസ്വം ബോർഡ് ഹൈസ്കൂളിൽ നിന്ന് SSLC പാസ്സായപ്പോൾ സുകുമാരക്കുറുപ്പിന്റെ പേര് TK ഗോപാലകൃഷ്ണക്കുറുപ്പ് എന്നായിരുന്നു. പ്രീ ഡിഗ്രിക്ക് ശേഷമാണ് ഗർഭിണിയായ കാമുകിൽ നിന്ന് രക്ഷ നേടാൻ കുറുപ്പ് നാട് വിട്ടത്. പിന്നെ പട്ടാളത്തിലായിരുന്ന അച്ഛൻ ശിവരാമക്കുറുപ്പിനോടൊപ്പം മദ്രാസിൽ താമസിച്ചു. അതിനുശേഷമാണ് എയർഫോഴ്സിൽ കയറി പറ്റിയത്. ഒരു പത്തേമാരിയിൽ കയറി ഗൾഫിന് കടക്കും മുമ്പ് തന്നെ മദ്രാസിൽ വെച്ച് പാസ്പോർട്ട് സംഘടിപ്പിച്ചിരുന്നു. അതിനായി ജനന തീയതി മാറ്റി. ഇന്ത്യ സ്വതന്ത്രയാകുന്നതിന് 1 വർഷം മുമ്പാണ് കുറുപ്പ് ജനിച്ചതെങ്കിലും പാസ്പോർട്ട് അപേക്ഷിച്ചപ്പോൾ അത് 1948 ഓഗസ്റ്റ് 2 എന്നാക്കി മാറ്റാൻ കുറുപ്പ് സ്വയം സ്വാതന്ത്ര്യമെടുത്തു. സുകുമാരക്കുറുപ്പ് എന്ന പേരും മാറ്റിയാണ് ഇയാൾ ദുബായിലെത്തിയത്. അവിടെ വെച്ചൊരു വ്യാജ പാസ്പോർട്ട് ഉണ്ടാക്കി. ജോർജ് സാംകുട്ടി 57, ഗംഗാസതി മുതലി സ്ട്രീറ്റ്, ഇടല്ലൂർ എന്നായിരുന്നു വിലാസം. ഇതിനിടെ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് കരഗതമാക്കിയിരുന്നു. ഹെയർ സ്റ്റൈലും മീശയും താടിയും വളർത്തുന്ന രീതിയും മാറ്റി. പിന്നെ അബുദാബിയിലേക്ക് കടന്നു. അവിടെ നിന്ന് ഇടയ്ക്കിടെ രാജകീയ പ്രൗഢിയോടെ നാട്ടിൽ വന്നിരുന്ന കുറുപ്പിനെ കാണാനും വിദേശത്ത് ജോലി സംഘടിപ്പിക്കാനും ഒട്ടേറെ പേർ എത്തുക പതിവായിരുന്നു. ഗൾഫിലെ ഉദ്യോഗത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് ഒട്ടേറെ പേരെ വിദേശ രാജ്യങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യുകയുണ്ടായിട്ടുണ്ട്. ഈ ബിസിനസിന് രഹസ്യമായി നേതൃത്വം നൽകിയിരുന്നത് കുറുപ്പിന്റെ സമീപ നാട്ടുകാരനായ ഒരു ഷെയ്ഖായിരുന്നു. ചെങ്ങന്നൂർ, പുലിയൂർ, മാവേലിക്കര, പേളശ്ശേരി, തിരുവല്ല, മാന്നാർ എന്നീ പ്രദേശങ്ങളിൽ നിന്ന് നഴ്സുമാർ ഉൾപ്പെടെ ഒട്ടേറെ പേരെ വിദേശത്തെത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ കുറുപ്പിന് ശക്തിയായ അനുയായികളും ഏറെ ഉണ്ടായിരുന്നു. കുറുപ്പ് നാട്ടിലെത്തിയാൽ സായാഹ്ന സവാരികൾ പതിവായിരുന്നു. തോളിൽ മിക്കപ്പോഴും മനോഹരമായൊരു തുണിസഞ്ചി കാണും. കണ്ടാൽ ഒരു യുവ കവിയാണെന്ന് തോന്നും. സഞ്ചിയിൽ എന്താണോ എന്തോ, യാത്ര എങ്ങോട്ടാണെന്നോ അധികം ആർക്കും അറിയില്ല. സരസുവിനെ കുറുപ്പ് പ്രേമത്തിലൂടെ തന്നെയാണ് വിവാഹം ചെയ്തത്. ചെറിയനാട് സ്മിതാ ഭവനിൽ രാഘവൻ പിള്ളയുടെ കുടുംബം അക്കാലത്ത് തീർത്തും ദരിദ്രമായിരുന്നു. മകൾ സരസുവിനെ പേർഷ്യക്കാരനായ സുകുമാരക്കുറുപ്പ് വിവാഹം ചെയ്തതോടെ ആ കുടുംബം തീർത്തും സന്തോഷത്തിലായി. ഭർത്താവിന് മറ്റു പല അനാശാസ്യ നടപടികളും ഉണ്ടായിരുന്നുവെന്ന് വിവാഹത്തിന് മുമ്പ് തന്നെ സരസുവിന് അറിവുണ്ടായിരുന്നു. എങ്കിലും തനിക്കൊരു ജീവൻ തന്നല്ലോ എന്നതായിരുന്നു സരസുവിന്റെ വിചാരം. അതുകൊണ്ട് തന്നെ തന്റെ ഭർത്താവിന്റെ ദൂർത്തിലും തോന്നിയാസങ്ങൾക്കും വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുകയാണ് സരസു ചെയ്തത്. വിവാഹാനന്തരം കുറുപ്പ് സരസുവിനെയും അബുദാബിയിൽ കൊണ്ടുപോയി നഴ്സായി ജോലിയിൽ പ്രവേശിപ്പിച്ചു. അതിനുശേഷം സരസുവിന്റെ സഹോദരൻ ശ്രീധരനെയും ഗൾഫിലെത്തിച്ചു. കുറുപ്പ് സരസുവിന്റെ അനുജത്തിക്ക് വിദേശത്ത് ജോലി വാങ്ങിക്കൊടുത്ത രീതിയും ഏറെ കൗതുകകരമായിരുന്നു. വിസ ലഭിക്കാനുള്ള എളുപ്പവഴിയിൽ അവളെ രജിസ്റ്റർ മാരേജ് ചെയ്തതായി ഒരു രേഖയുണ്ടാക്കുകയാണ് ആദ്യം തന്നെ കുറുപ്പ് ചെയ്തത്. ഭാസ്കരപിള്ള സുകുമാരക്കുറുപ്പിന്റെ ഭാര്യ സഹോദരി തങ്കമണിയുടെ ഭർത്താവാണ് ഭാസ്കരപിള്ള. പട്ടാളത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ഭാസ്കരപിള്ള 2 വർഷക്കാലം അബുദാബിയിലായിരുന്നു. കുറുപ്പിന്റെ കുടില തന്ത്രങ്ങൾക്ക് എക്കാലവും കൂട്ടുനിന്നിട്ടുള്ള മനുഷ്യൻ, കുറുപ്പിനെ കുറിച്ചുള്ള ഒട്ടുമിക്ക രഹസ്യങ്ങളുടെയും സൂക്ഷിപ്പുകാരൻ. ഇരുവരും ചേർന്ന് ഒട്ടേറെ ഡോളറുകളും സ്വർണ്ണ ബിസ്ക്കറ്റുകളും ഗൾഫിൽ നിന്ന് കടത്തിയിട്ടുണ്ട്. കുറുപ്പും ഭാസ്കരപിള്ളയുമായുള്ള ബന്ധം ദൃഢവും അത്യപൂർവവുമായ ഒന്നായിരുന്നു. കുറുപ്പും പിള്ളയും തമ്മിലുള്ള ബന്ധം അരക്കിട്ടുറപ്പിച്ചതിന് പിന്നിൽ ഗൾഫിൽ വെച്ച് നടന്ന ഒരു സംഭവത്തിന് നിർണായകമായി പങ്കുള്ളതായി പറഞ്ഞു കേൾക്കുന്നു. ഗൾഫിൽ എത്തിയതോടെ മദ്യപാനത്തിന് അല്പം നിയന്ത്രണം വരുത്തി കുറുപ്പ്.
പക്ഷേ മദിരാശികളോടുള്ള കമ്പത്തിന് കുറവൊന്നും വരുത്തിയില്ല. ഒരു ഉന്നതന്റെ വിവാഹിതയായ മകളുമായി കുറുപ്പ് അവിഹിത ബന്ധം പുലർത്തിപ്പോന്നു. ഇവിടെ രഹസ്യ സംഗമം തികച്ചും യാദൃശികമായി ഒരു ദിനം ഭാസ്കരപിള്ള കാണാനിടയായി. കുറുപ്പും യുവതിയും ഏറെ പരിഭ്രമിച്ചു. ഇരുവർക്കും ബോധോദയമുണ്ടായത് അപ്പോഴാണ്. മുസ്ലിം രാഷ്ട്രമാണ്. പുറം ലോകം അറിഞ്ഞ കഴുത്തിനു മുകളിൽ തല കാണില്ല. എന്നാൽ സുകുമാരക്കുറുപ്പിനെ പോലും വിസ്മയിച്ചുകൊണ്ട് പിള്ള ആ രംഗം കണ്ടില്ലെന്ന് നടിച്ചു. ഏറെ താമസിയാതെ ഭാസ്കരപിള്ള സുകുമാരക്കുറുപ്പിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി തീർന്നു. കോൺട്രാക്ട് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ച പിള്ള ഗൾഫിലുള്ള കുറുപ്പുമായി കത്തുകളിലൂടെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ഷാഹു, മിനി ഗൾഫ് എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രദേശമാണ് ചാവക്കാട്. എന്നാൽ അവിടെ പുതിയ കടപ്പുറത്ത് മത്സ്യത്തൊഴിലാളികളായ കുഞ്ഞു മുഹമ്മദിന്റെ വീട്ടിൽ നിത്യദാരിദ്ര്യമാണ്. 6 പെമ്മക്കൾ ഉൾപ്പെടെ 9 സന്തതികളാണ് അവിടെ ഉള്ളത്. സുന്ദരനായ ഷാഹു എന്ന ചെറുപ്പക്കാരൻ കുഞ്ഞു മുഹമ്മദിന്റെ 4ാമത്തെ സന്തതിയാണ്. ഷാഹുവിന് അബുദാബിയിലുള്ള മറൈൻ ഓപ്പറേറ്റിംഗ് കമ്പനിയിൽ ക്ലീനറായി ജോലി ലഭിച്ചപ്പോ കുഞ്ഞു മുഹമ്മദ് അള്ളാഹുവിന് നന്ദി പറഞ്ഞു. അയാൾക്ക് സന്തോഷവും അഭിമാനവും തോന്നി. ഇനി തനിക്കൊന്ന് തല ചായ്ക്കാം. മകൻ ഷാഹുവിനെ പറ്റി കുറേയേറെ മോഹങ്ങൾ ആ പിതാവ് നെയ്തുകൂട്ടി. മറൈൻ ഓപ്പറേറ്റിംഗ് കമ്പനിയിൽ വെച്ചാണ് ഷാഹുവും സുകുമാരക്കുറുപ്പും തമ്മിൽ കണ്ടുമുട്ടിയതും പരിചയപ്പെട്ടതും. പിന്നെ ഇരുവരും ഇണപിരിയാത്ത കൂട്ടുകാരായി മാറി. പൊന്നപ്പൻ, ആലപ്പുഴ തത്തമ്പള്ളി വാർഡിൽ വടക്കേരിയിൽ പളനിയുടെയും ഭാർഗവിയുടെയും മകനാണ് പൊന്നപ്പൻ. ഇയാൾക്ക് ഭാര്യയും 2 കുട്ടികളുണ്ട്. സുകുമാരക്കുറുപ്പിന്റെ വക ടൂറിസ്റ്റ് ടാക്സിയുടെ ഡ്രൈവറായിരുന്നു പൊന്നപ്പൻ. വെറും ഒരു കാർ ഡ്രൈവർ മാത്രമായിരുന്നു പൊന്നപ്പൻ ആർഭാടമായൊരു ജീവിതം നയിച്ചു വന്നിരുന്നത്. സുകുമാരക്കുറുപ്പ് പൊന്നപ്പനെ കൈ അയച്ച് സഹായിച്ചിരുന്നു. സ്വന്തമായെന്ന് പറയാൻ കാര്യമായിട്ടൊന്നുമില്ലാതിരുന്ന ഈ ഡ്രൈവർ തന്റെ കാറിന്റെ ഉടമയായ സുകുമാരക്കുറുപ്പിലാണ് എല്ലാ പ്രതീക്ഷകളും അർപ്പിച്ചിരുന്നത്. സുഖിച്ചേട്ടനാണ് എന്റെ ദൈവം. സുഖിച്ചേട്ടന് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ്. പൊന്നപ്പൻ പലപ്പോഴും അഭിമാനപൂർവ്വം ചങ്ങാതിമാരോട് പറഞ്ഞിരുന്നു. മധു, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അറ്റൻഡർ ആയിരുന്നു മധു. ഇയാളുടെ ഭാര്യയ്ക്ക് സുകുമാരക്കുറുപ്പുമായി അകന്ന ബന്ധമുണ്ട്. ആലപ്പുഴ വണ്ടാനത്തുള്ള 28 സെന്റ് സ്ഥലത്ത് കുറുപ്പ് പടുത്തുയർത്തിയിരുന്ന കെട്ടിടത്തിന്റെ മേൽനോട്ടം മധുവിനായിരുന്നു. മധുവും കുറുപ്പും കൂടുതൽ എടുക്കാനുള്ള കാരണം ഇതൊന്നുമായിരുന്നില്ല. ഒരു ഉപകരണത്തിന്റെ സ്മരണ എന്നോണമാണ് ആ ബന്ധം വളർന്ന് വലുതായത്. ഇനി കഥ ഇങ്ങനെയാണ്. അബുദാബിയിൽ വെച്ച് സുകുമാരക്കുറുപ്പിന് ലൈല എന്നൊരു സ്ത്രീയുമായി അടുപ്പമുണ്ടായി. അവക്കും ഭർത്താവിനും അവിടെ ജോലി ഉണ്ടായിരുന്നു. ലൈലയുടെ ഭർത്താവും കുറുപ്പും വളരെ അടുത്ത സുഹൃത്തുക്കളായി മാറി. അത് അനുസ്യൂതം വളരുന്നതിനിടയിൽ ബന്ധത്തിന്റെ ദൃഢതയ്ക്കെന്നോണം സുകുമാരക്കുറുപ്പ് ലൈലയ്ക്ക് വേണ്ടി ആലപ്പുഴയ്ക്കടുത്ത് വണ്ടാനത്ത് 1/2 ഏക്കർ കണ്ണായ ഭൂമി വാങ്ങിക്കൊടുത്തു. പക്ഷെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ലൈലയും ഭർത്താവും കുറുപ്പുമായി തെറ്റിപ്പിരിഞ്ഞു. പിന്നീട് വണ്ടാനത്തെ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലായി കുറുപ്പ്. അതിനുള്ള വഴി പലതും ആലോചിച്ചു. ഒടുവിൽ ഒരു കുതന്ത്രം ഉരുത്തിരിയുക തന്നെ ചെയ്തു. ആലപ്പുഴയിലെ അറ്റൻഡർ മധുവിനെ ഒരു ദിവസം കുറുപ്പ് ഒരു ബാറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വേണ്ടതൊക്കെ കൊടുത്ത് സൽക്കരിച്ചു. ഒടുവിൽ മധുവിന്റെ ഭാര്യയെ ലൈലയാണെന്ന വ്യാജേന സബ് രജിസ്ട്രാർ ഓഫീസിൽ ഹാജരാക്കി. അങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ 1/2 ഏക്കർ കണ്ണായ ഭൂമി തിരികെ എഴുതി വാങ്ങിച്ചു. പ്രസ്തുത സ്ഥലത്ത് പണിതു തുടങ്ങിയ കൂറ്റൻ കെട്ടിടത്തിന്റെ മേൽനോട്ട ചുമതലയും മധുവിന് കുറുപ്പ് നൽകിയിരുന്നു. ചാക്കോയെ കാറിലിട്ട് ചുട്ടുകരിച്ച ശേഷം കുറുപ്പും കൂട്ടാളികളും ഉടൻ തന്നെ അവിടെ നിന്ന് മുങ്ങി. ഭാസ്കരപിള്ളയെ വീട്ടിൽ വിട്ടതിനു ശേഷം ശേഷിച്ചവർ നേരെ എറണാകുളത്തേക്ക് പോയി. എറണാകുളത്ത് വെച്ച് ഷാഹു പിരിഞ്ഞു. പിരിയുന്നതിന് മുമ്പ് 140 രൂപ ഷാഹുവിന്റെ പോക്കറ്റിലിട്ടുകൊണ്ട് കുറുപ്പ് പറഞ്ഞു, കരാർ പ്രകാരമുള്ള 25,000 രൂപ ഞാൻ 27-ാം തീയതി വീട്ടിലെത്തിക്കാം. ഷാഹു ഒന്നും ഉരിയാടാതെ ഇതികർത്യവത മൂടനായി തലയാട്ടി. പിന്നെ കുറുപ്പും പൊന്നപ്പനും യാത്ര തിരിച്ചത് ആലുവയിലേക്കായിരുന്നു. കുന്നത്തുവയലിൽ നിന്ന് അഗ്നിജ്വാലകൾ വീശിയടിച്ചു. പ്രഭാത വെളിച്ചം പരന്നു തുടങ്ങിയിട്ടില്ലാത്തതിനാൽ പാടവും പരിസരവും ചുവപ്പുരാശി തിളങ്ങി നിന്നു. നാടും നാട്ടുകാരും ഉണർന്നു. പിന്നെ നിമിഷങ്ങൾക്കകം പാടവരമ്പത്തോടെ ആളുകൾ ഓടിക്കൂടി. ഇതാ വയലിൽ തലകുത്തിയ ഒരു കാർ കത്തിയിരുന്നു. വന്നവർ മിഴിച്ചു നിന്നു. ആരോ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസും നാട്ടുകാരും ചേർന്ന് ഒരു കണക്കിന് തീ അണച്ചു. പുറംഭാഗമൊഴികെ സ്റ്റിയറിംഗ് വരെ കത്തിയെരിഞ്ഞ കാറിന്റെ രജിസ്ട്രേഷൻ നമ്പർ കണ്ട്
ജനം ഞെട്ടി. KL Q 7831. സുകുമാരക്കുറുപ്പ് അടുത്ത നാളുകളിൽ വാങ്ങിയ കാർ. അകത്ത് തിരിച്ചറിയാനാകാത്ത കുറുപ്പിന്റെ ജഡം. എന്റെ മകൻ ഈ വിധത്തിൽ മരിച്ചല്ലോ പൊന്നെ. കഥ അറിയാതെ കുറുപ്പിന്റെ അമ്മ മാറത്തടിച്ച് വിലപിച്ചു. എന്റെ അണ്ണ, എന്നെ ഇട്ടേച്ചു പോയല്ലോ. ഭാസ്കരപിള്ള ഉച്ചത്തിൽ കരഞ്ഞു. ഭാസ്കരപിള്ള തന്നെയാണ് കുറുപ്പിന്റെ ശവസംസ്കാര ചടങ്ങിന് നേതൃത്വം വഹിച്ചത്. ചെറിയനാട് ദുഃഖപൂർണമായ അന്തരീക്ഷത്തിൽ ശവസംസ്കാരം നടക്കുമ്പോൾ സുകുമാരക്കുറുപ്പ് ആലുവയിലെ അലങ്കാർ ടൂറിസ്റ്റ് ഹോമിൽ നിന്ന് സിഗരറ്റ് വലിച്ച് വിശ്രമിക്കുകയായിരുന്നു. എന്നാൽ തുടക്കം മുതലേ നാട്ടുകാരിൽ ചിലർക്ക് മരിച്ചത് സുകുമാരക്കുറുപ്പ് തന്നെയാണോ എന്ന് സംശയമുണ്ടായിരുന്നു. ഇതിനിടെ പൊന്നപ്പനും സുഗുണ്ണന്റെ മരണത്തിൽ സഹതപിച്ചുകൊണ്ട് കണ്ണീർ തൂകുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ നാട്ടിലെ സംഭവ വികാസങ്ങൾ അറിഞ്ഞു വരാൻ കുറുപ്പ് തന്നെ പൊന്നപ്പനെ അയച്ചതാണ്. പൊന്നപ്പന്റെയും പിള്ളയുടെയും പെരുമാറ്റം നാട്ടുകാരിൽ സംശയം ജനിപ്പിക്കുകയായിരുന്നു. അവർ എടുത്തിട്ട് പെരുമാറുമെന്നായപ്പോ പൊന്നപ്പൻ സ്ഥലത്തുണ്ടായിരുന്ന ചില രാഷ്ട്രീയ നേതാക്കളെ ശരണം പ്രാപിച്ചു. പിന്നെ സൂത്രത്തിൽ അവിടെ നിന്ന് തടി തപ്പിയ പൊന്നപ്പൻ ആലപ്പുഴ എത്തി. ഇരുമ്പുപാലത്തിന് സമീപമുള്ള പോസ്റ്റ് ഓഫീസിൽ നിന്ന് അബുദാബിയിൽ സരസുവിന്റെ പേരിലേക്ക് ഒരു ടെലിഗ്രാം ചെയ്യാൻ പൊന്നപ്പൻ മറന്നില്ല. സുകുമാരക്കുറുപ്പ് കൊല്ലപ്പെട്ടിരിക്കുന്നു. അതായിരുന്നു ടെലഗ്രാമിലെ സന്ദേശം. കുറുപ്പ് നാട്ടിലേക്ക് പോരുമ്പോ ഭാര്യ സരസുവിനെയും മക്കളായ സുജിത്ത്, സുനീത് എന്നിവരെ അബുദാബിയിൽ തന്നെ നിർത്തുകയായിരുന്നു. കാറിൽ കത്തിയെരിഞ്ഞത് സുകുമാരക്കുറുപ്പ് അല്ലെന്ന് ജനങ്ങൾക്കിടയിൽ സംശയം പെരുകാൻ തുടങ്ങി. അതിനിഗൂഢമായി പ്ലാൻ ചെയ്ത ഒരു മരണനാടകം തന്നെ ഇതെന്ന് അവർ ബലമായി വിശ്വസിച്ചു. എന്നാൽ ഇത്തരം വാർത്തകൾ കെട്ടുകഥകളാണെന്നും യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണിതെന്നും മറ്റുമായിരുന്നു പോലീസിന്റെ നിലപാട്. ഇതിനിടെ ആലുവയിൽ വെച്ച് കുറുപ്പും പൊന്നപ്പനും പരിചയമുള്ള പലരെയും കാണുവാനിടയായപ്പോ പിന്നെ നിൽക്കക്കളിയില്ലാതായി. ചാക്കോയെ വകവരുത്തി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രിയിൽ സുകുമാരക്കുറുപ്പ് വീണ്ടും വീട്ടിലെത്തി എന്ന് പറയുന്നവരുണ്ട്. പോലീസിന് കീഴടങ്ങുകയായിരുന്നു അത്രേ ലക്ഷ്യം. വീട്ടിലെത്തുമെന്ന വിവരം മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു. പോലീസിന് കീഴടങ്ങാൻ അനുവദിക്കാതെ കുറുപ്പിനെ വീട്ടുകാർ രാത്രി തന്നെ നാട് കടത്തുകയായിരുന്നു അത്രേ. അങ്ങനെ പൊള്ളാച്ചി വഴി ചെന്നൈയിലേക്ക് കടന്നു. അവിടെയും നിലയുറപ്പിക്കാതെ രാജസ്ഥാൻ, കൽക്കട്ട, ഭൂട്ടാൻ, മുംബൈ തുടങ്ങിയ ഇടങ്ങളിൽ കുറുപ്പ് ചുറ്റിക്കറങ്ങിയത്രേ. ഭാസ്കരപിള്ള പിടിയിലാവുന്നു. ഏറെ തന്ത്രപരമായി മുന്നേറിയ ഭാസ്കരപിള്ള പലരെയും ആശയക്കുഴപ്പത്തിലാക്കി. കുറുപ്പിന്റെ മരണാന്തര ചടങ്ങുകൾക്ക് നേതൃത്വമേകിയ അളിയൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ട സഹായങ്ങളും ചെയ്തു കൊടുത്തു. അങ്ങനെയാണ് കുറുപ്പ് വണ്ടാനത്ത് പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടം കാട്ടിക്കൊടുക്കുവാൻ ഭാസ്കരപിള്ള പോലീസ് ജീപ്പിൽ കയറിയത്. ജീപ്പിനുള്ളിൽ കോൺസ്റ്റബിൾമാരോടൊത്ത് സഞ്ചരിച്ച ഭാസ്കരപിള്ളയുടെ ഇരിപ്പും ഭാവവും ഏറെ ദുഃഖിതനും ക്ഷീണിതനുമായിട്ടായിരുന്നു. പതിവിന് വിപരീതമായി മുഴുക്കയൻ ഷർട്ടിന്റെ കൈകൾ നിവർത്തിയിട്ടിരുന്നതും മുണ്ട് മടക്കി കുത്താതിരുന്നതും മുഖത്തെ കരുവാളിച്ച പാടും പോലീസുകാരിൽ സംശയം ജനിപ്പിച്ചു തുടങ്ങിയിരുന്നു. വണ്ടാനത്തെ കെട്ടിടത്തിന് മുന്നിൽ ജീപ്പ് എത്തിയപ്പോൾ ഭാസ്കരപിള്ളയാണ് ആദ്യം ഇറങ്ങിയത്. അപ്പോൾ യാദൃശ്ചികമായി സബ് ഇൻസ്പെക്ടർ ആ സത്യം കണ്ടു. ഭാസ്കരപിള്ളയുടെ മുണ്ടിന് പിന്നിലും ഇരുന്നിരുന്ന സീറ്റിലും ചോര കട്ട പിടിച്ചിരിക്കുന്നു. ഇൻസ്പെക്ടർ ചാടി ഭാസ്കരപിള്ളയുടെ നാഭിക്ക് വിരലമർത്തി ചോദിച്ചു, എന്താടാ ഇത്? 2 ദിവസമായി എനിക്ക് ഡിസെൻട്രിയാണ് സർ. പരിഭ്രമം മറച്ചു പിടിച്ച് ഭാസ്കരപിള്ള പറഞ്ഞൊപ്പിക്കാൻ ശ്രമിച്ചു. കള്ളം പറയുന്നോടെ കഴിവേറി മോനെ, ഊരാനാ ഷർട്ട്. അടുത്ത സെക്കൻഡിൽ ഭാസ്കരപിള്ളയുടെ തലയിൽ ഇൻസ്പെക്ടറുടെ കരം പതിഞ്ഞു. തലയ്ക്കുള്ളിൽ ഇടിവെട്ടേറ്റതുപോലെ മിഴിച്ചു നിന്നു പിള്ള. ചുറ്റുമുള്ള പോലീസുകാർ കൈവയ്ക്കും മുമ്പ് ഭാസ്കരപിള്ള ഷർട്ടും മുണ്ടും ഉരിഞ്ഞു മാറ്റി. ഭാസ്കരപിള്ളയുടെ ശരീരം കണ്ട മാത്രയിൽ എല്ലാവരും നടുങ്ങി. ദേഹമാസകലം പൊള്ളലേറ്റിരിക്കുന്നു. സുകുമാരക്കുറുപ്പിനെ ചുട്ടുകരിച്ചത് ഇവൻ തന്നെ, പോലീസ് സ്ഥിരീകരിച്ചു. ഭാസ്കരപിള്ള കുറ്റമേറ്റു പറഞ്ഞു. പൂർവ്വവൈരാഗ്യം മൂലം താൻ കുറുപ്പിനെ വക വരുത്തിയതാണെന്ന് ആവർത്തിച്ച് പറഞ്ഞു. കൊലപാതകയായി പിടിക്കപ്പെട്ടാലും തരക്കേടില്ല. കുറുപ്പിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് ഭംഗമുണ്ടാക്കരുതെന്ന് അയാൾ വിചാരിച്ചിരിക്കണം. അഴിക്കും തോറും കുരുങ്ങുന്ന ഒരു അപസർപ്പക കഥ പോലെ ഈ കൊലക്കേസ് കൂടുതൽ സങ്കീർണമായി കൊണ്ടിരുന്നു. ഉൾക്കിടിലം ഉണർത്തുന്ന സംഭവ പരമ്പരകൾ ഓരോ ദിവസവും അച്ചടി മാധ്യമങ്ങളിൽ സ്ഥാനം പിടിച്ചു. അപ്പോഴും ചാക്കോയുടെ വീട്ടുകാർ തലങ്ങും വിലങ്ങും അന്വേഷണവുമായി നീങ്ങുകയാണ്. ചാക്കോയെ കുറിച്ച് ഒരു വിവരവുമില്ല.
ഇതിനിടയിൽ മാവേലിക്കരയ്ക്കടുത്ത് ഒരു കാറും അതിനുള്ളിൽ ഒരു ജഡവും കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി എന്ന വാർത്ത ശാന്തമ്മയുടെ ചെവിയിലുമെത്തി. അത് ചാക്കോ ആയിരിക്കുമെന്ന് ആ പാവം വീട്ടമ്മ എങ്ങനെയാണ് ചിന്തിക്കുക? ആ കത്തിക്കരിഞ്ഞ ശവം സുകുമാരക്കുറുപ്പിന്റേതാണെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞതോടെ ശാന്തമ്മ ആശ്വാസത്തോടെ നെടുവേർപ്പെടുകയായിരുന്നു. എന്നാൽ പോലീസിന്റെ സംശയം തീർന്നില്ല. അവർ ഭാസ്കരപിള്ളയെ വീണ്ടും ചോദ്യം ചെയ്തു. ഒപ്പം സുകുമാരക്കുറുപ്പിന്റെ കിടപ്പുമുറിയിലെ ചീർപ്പിൽ നിന്നും മുടിയും ഡയറിയും കരസ്ഥമാക്കാൻ പോലീസ് മറന്നില്ല. കുറുപ്പിന്റെ വീടിനടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ കുറുപ്പിന്റെ വീട്ടിലേക്ക് വരുന്ന കത്തുകൾ പരിശോധിക്കാൻ ഏർപ്പാടാക്കി. ഒരു ദിനം 2 വാക്ക് മാത്രം എഴുതിയ ഒരു ഇല്ലന്റ് കിട്ടി. ഞാൻ ഇവിടെ ഉണ്ട്. സ്ഥലപ്പേരോ ആളുകളുടെ പേരോ ഇല്ല. കുറുപ്പിന്റെ ഡയറിയിലെ കൈയക്ഷരം നോക്കി പരിശോധിച്ചപ്പോ അത് കുറുപ്പ് തന്നെ എഴുതിയതാണെന്ന് മനസ്സിലായി. ആലുവയിൽ നിന്നാണ് കത്ത് പോസ്റ്റ് ചെയ്തതെന്ന് അറിഞ്ഞപ്പോ അവിടെ പോലീസ് അന്വേഷണം മുറുക്കിയെങ്കിലും കുറുപ്പ് രക്ഷപ്പെട്ടു കളഞ്ഞു. ചാക്കോയെ കാണാതായതിന്റെ 4-ാം ദിവസം ആലപ്പുഴ സനാതന വാർഡിൽ താമസിക്കുന്ന ശാന്തമ്മ തന്റെ ഭർത്താവ് ചാക്കോയെ കാണാനില്ലെന്ന് കാണിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടു. പോലീസ് ചാക്കോയുടെയും കുറിപ്പിന്റെയും ചിത്രങ്ങളും തലയോടും ചേർത്ത് വീഡിയോ സൂപ്പർ ഇമ്പോസിംഗ് പരിശോധന നടത്തിയപ്പോ മരിച്ചത് ചാക്കോയാണെന്ന് തെളിഞ്ഞു. ചാക്കോയാണ് യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടത് എന്ന വാർത്ത ശാന്തമ്മയുടെ വീട്ടിൽ ഒരു ദുഃഖാഗ്നിയായി നീറി പടരാൻ താമസമുണ്ടായില്ല. ചാവക്കാട്ടെ പുതിയ കടപ്പുറത്തുള്ള തന്റെ കൊച്ചു വീട്ടിലെത്തിയ ഷാഹു ഏറെ പരിഭ്രമചിത്തനായി കാണപ്പെട്ടു. ഗൾഫിലേക്ക് വീണ്ടും മടങ്ങുവാനുള്ള ക്രമീകരണങ്ങൾ തിരക്ക് പിടിച്ച് അയാൾ ചെയ്തു തീർത്തു. ഒരു നാൾ എല്ലാം പൂർത്തിയാക്കി കുടുംബാംഗങ്ങളോട് യാത്ര പറഞ്ഞ് വീടിന് പുറത്തേക്ക് ഇറങ്ങിയ ഷാഹു ഞെട്ടിപ്പോയി. പോലീസുകാരാൽ തന്റെ വീട് വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. കടപ്പുറത്തെ ചുരിമണലിൽ നിർത്തിയിട്ടിരിക്കുന്ന ജീപ്പിൽ ചാരി തന്നെ വീക്ഷിച്ചു നിൽക്കുന്ന പോലീസ് ഇൻസ്പെക്ടർ. രക്ഷപ്പെടാനുള്ള ഒരു പഴുതുമില്ലാതെ ഷാഹു കുടുങ്ങി. ഇരുട്ട് പടർന്നു കയറുന്ന മെഴികൾക്ക് മുന്നിൽ കൈവിലങ്ങ്. ഞൊടിയിടയിൽ ഷാഹു പോലീസ് വലയത്തിനുള്ളിലായി. ചാക്കോയുടെ വിവാഹമോതിരം, വാച്ച് തുടങ്ങിയവ ഷാഹു അപഹരിച്ചിരുന്നു. തൊണ്ടി സാധനങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിൽ പക്ഷെ പോലീസിന് ലഭിച്ചത് സ്ട്രാപ്പ് മാത്രമാണ്. ഷാഹുവിന്റെ അയൽവാസിയായ ഖാദർ മുഖേന 465 രൂപയ്ക്ക് മോതിരം നേരത്തെ തന്നെ വിറ്റു. മകന്റെ ക്രൂര പ്രവൃത്തികൾ കേട്ടറിഞ്ഞ ഷാഹുവിന്റെ പിതാവ് കുഞ്ഞു മുഹമ്മദ് ബോധശൂന്യനായി നിലംപതിച്ചു. അഞ്ചങ്ങാടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തിന്റെ മനോനില ഏറെ ദിവസങ്ങൾക്ക് ശേഷമാണ് നേരെയായത്. മാവേലിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ഷാഹുവിനെ പിന്നീട് റിമാൻഡ് ചെയ്തു. ദരിദ്രനായ തന്നെ മോഹന വാഗ്ദാനങ്ങൾ നൽകി കുറുപ്പ് പ്രലോഭിപ്പിച്ചതുകൊണ്ടാണ് ഈ കുറ്റകൃത്യത്തിൽ പങ്കുകാരനായതെന്ന് പോലീസ് അധികാരികളോട് ഷാഹു പറഞ്ഞു. പൊന്നപ്പന്റെ കീഴടങ്ങിലും ഏറെ നാഴികയോടെയായിരുന്നു. ചങ്ങനാശ്ശേരിയിലെ ഒരു ഹോട്ടൽ. ഇമ്മാക്കുലേറ്റ് ബിരുദാനന്തര ബിരുദമുള്ള ജോസുകുട്ടി സർക്കാർ ജോലി തേടി മടുത്തപ്പോൾ സ്വയം തൊഴിലായി കണ്ടെത്തിയതാണ് ആ ഹോട്ടൽ. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. ഉച്ചനേരം. പൊതുവെ ജെട്ടിയിൽ തിരക്കില്ലാത്ത ദിവസം. ക്യാഷ് കൗണ്ടറിൽ ഇരുന്ന് പത്രം വായിക്കുകയായിരുന്നു ജോസൂട്ടി. ഹോട്ടലിന് മുന്നിൽ ഒരു ഓട്ടോറിക്ഷ വന്നു നിന്നു. അതിൽ നിന്ന് തൂവെള്ള വസ്ത്രം ധരിച്ച ഒരാൾ ഓട്ടോക്കൂലി കൊടുത്ത് പുറത്തേക്കിറങ്ങി. ആലപ്പുഴയ്ക്കിനി ബോട്ടെപ്പോഴ? ചോറിന് നേരമുണ്ടോ? ആഗതൻ ആരാഞ്ഞു. 12:30-ക്കുള്ള ബോട്ടാണ് ആ കിടക്കുന്നത്, ജോസൂട്ടി അറിയിച്ചു. അപരിചിതൻ വാച്ചിലേക്ക് നോക്കി. ഓ, ഇപ്പൊ തന്നെ 12:28 പിന്നെ അയാൾ സ്റ്റാർട്ടാക്കി നിർത്തിയ ബോട്ടിലേക്ക് ചാടിക്കയറി. ഈ നേരത്താണ് ഹോട്ടൽ സപ്ലയർ സലീം കൗണ്ടറിനടുത്തേക്ക് വന്നത്. ബോട്ടിനുള്ളിലേക്ക് ചാടിക്കയറുന്ന രൂപം ഒരു മിന്നൽ പോലെ സലീം കണ്ടു. അയാൾക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. സലീം ചുറ്റുമൊന്ന് കണ്ണോടിച്ചിട്ട് ജോസൂട്ടിയുടെ ചെവിയിൽ അടക്കം പറഞ്ഞു. ചാക്കോക്കൽ കേസിൽ പ്രതി പൊന്നപ്പനാ പോയത്. ജോസൂട്ടി അമ്പരപ്പോടെ സലീമിന്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ മേശപ്പുറത്ത് ചില്ലിനടിയിൽ സൂക്ഷിച്ചിരുന്ന പേപ്പർ കട്ടിങ്ങിലെ പൊന്നപ്പന്റെ ഫോട്ടോയിലേക്ക് നോക്കി. അതെ, അത് പൊന്നപ്പൻ തന്നെ. ജോസൂട്ടിയിലെ കുറ്റാന്വേഷകൻ ഉണർന്നു. അയാൾ ജെട്ടിയിൽ സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിൽ ചെന്ന് ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഫോൺ ചെയ്ത് വിവരം അറിയിച്ചു. അപ്പോഴേക്കും ബോട്ട് ജെട്ടിയിൽ നിന്നും മെല്ലെ അകന്നു തുടങ്ങിയിരുന്നു. ജോസൂട്ടി ഒരു അഭ്യാസിയെ പോലെ ബോട്ടിനുള്ളിൽ ചാടിക്കയറി കണ്ടക്ടറെ വിവരം ധരിപ്പിച്ചു. രക്ഷപ്പെട്ടെന്ന് കരുതി ആശ്വസിച്ചിരുന്ന പൊന്നപ്പന്റെ കോളറിൽ പിടിവീണത് പെട്ടെന്നായിരുന്നു. അങ്ങനെ അങ്ങ് പോയാലോ പൊന്നപ്പ? പൊന്നപ്പൻ വെപ്രാളത്തോടെ ചാടി എഴുന്നേറ്റു. എങ്കിലും പിടിച്ചു നിൽക്കാൻ ഒരു ശ്രമം നടത്തി നോക്കി. പൊന്നപ്പനോ? ഞാൻ ദാസനാണ്. ഏത് ദാസ്? പറയടോ. വെറുതെ കളിയിറക്കാതെ ഇറങ്ങട പൊന്നപ്പ വെളിയിൽ. ബോട്ട് തിരികെ ജെട്ടിയിൽ അടുപ്പിച്ചു. പൊന്നപ്പനെ പുറത്തിറക്കി.
പൊന്നപ്പൻ പിടിയിലായെന്ന് അറിഞ്ഞ് നാട്ടുകാർ ജെട്ടിയിൽ നിറഞ്ഞു. പെട്ടെന്ന് എവിടെ നിന്ന് അറിഞ്ഞില്ല, 3-4 പേർ പൊന്നപ്പന്റെ സംരക്ഷകരായി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഇയാളാണ് പൊന്നപ്പനെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അവർ നാട്ടുകാർക്ക് നേരെ തട്ടിക്കയറി. ഇയാൾ പൊന്നപ്പനല്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നാട്ടുകാർ മറു ചോദ്യം തൊടുത്തു. ഞങ്ങൾ ക്രൈംബ്രാഞ്ചുകാരാണ്. അത് ശരി, നിങ്ങൾ ഏത് ബ്രാഞ്ചുകാരായാലും ഇവിടുത്തെ പോലീസ് കൂടി അറിയട്ടെ. പൊന്നപ്പനെ വിട്ടുകൊടുക്കാൻ നാട്ടുകാർ തയ്യാറായില്ല. രംഗം അത്ര പന്തിയല്ലെന്ന് കണ്ടതിനാലാകണം ആ 4 പേർ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഒതുങ്ങി മാറി. പൊന്നപ്പനെ ഒരു പോറൽ പോലും ഏൽക്കാതെ ആലപ്പുഴയിൽ എത്തിക്കാൻ കുറുപ്പ് നിയോഗിച്ച മഫ്റ്റിയിലുള്ള 3 പോലീസുകാരും ഒരു അഡ്വക്കേറ്റുമായിരുന്നു അതെന്ന് പിന്നീട് ചിലർ അടക്കം പറഞ്ഞതായി കേട്ടിരുന്നു. സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിൽ പൂട്ടിയിട്ട പൊന്നപ്പനെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് എത്തിയ പോലീസിന് ജനം കൈമാറി. ഹോട്ടൽ സപ്ലയർ സലീം പൊന്നപ്പന്റെ അയൽവാസിയാണ്. സലീം തിരിച്ചറിഞ്ഞതിലാണ് പൊന്നപ്പനെ പിടികൂടാൻ കഴിഞ്ഞത്. അങ്ങനെ ചാക്കോയുടെ കൊലപാതകം നടന്ന 22 ദിവസത്തിന് ശേഷം കേസിലെ സുപ്രധാന കണ്ണിയും കുറുപ്പിന്റെ ഏറ്റവും അടുത്ത ആജ്ഞാനുവർത്തിയുമായ പൊന്നപ്പന്റെ കൈകളിൽ വിലങ്ങു വീണു. പിടിയിലാകും മുമ്പ് സുകുമാരക്കുറുപ്പും പൊന്നപ്പനും ചേർന്ന് നടത്തിയ യാത്രകളെല്ലാം അയാൾ പോലീസിനോട് തുറന്നു പറഞ്ഞു. കുറുപ്പിന്റെ ഭാര്യ സരസുവിന് ടെലിഗ്രാം ചെയ്ത ശേഷം പൊന്നപ്പൻ ആലുവായിൽ കുറുപ്പിന്റെ സവിധത്തിൽ തിരിച്ചെത്തി. നാട്ടിൽ രംഗം വഷളാകുകയാണെന്ന് പൊന്നപ്പൻ പറഞ്ഞു. അതോടെ ഇരുവരും ബസ് മാർഗം നേരെ കൊല്ലത്തേക്ക് പോയി. അപ്പോൾ കുറുപ്പിന്റെ കൈവശം 4000 രൂപയാണ് ഉണ്ടായിരുന്നത്. കൊല്ലത്ത് നിന്നും കൽക്കത്ത വഴി ഭൂട്ടാനിലേക്ക് യാത്ര നീണ്ടു. ഭൂട്ടാനിൽ 5 ദിവസം കുറുപ്പിന്റെ ഒരു ചങ്ങാതിയോടൊപ്പം താമസിച്ചു. ഭൂട്ടാനിൽ താമസിക്കാൻ ഇന്ത്യൻ പൗരനാണെന്ന് എഴുതി കൊടുത്ത് എൻട്രി പെർമിറ്റ് എടുക്കേണ്ടി വന്നു. കുറുപ്പിന്റെ ജീവിത രീതി അനുസരിച്ച് 4000 രൂപ ഏറെ ദിവസത്തേക്കില്ലായിരുന്നു. പണം തീരുകയാണ്. നാട്ടിലെ വിവരങ്ങൾ അറിയാൻ ഒരു വഴിയുമില്ല. പിന്നെ ഏറെ ഒന്നും ചിന്തിക്കാതെ ഇരുവരും മദ്രാസിലേക്ക് മടങ്ങി. ഗ്രാൻഡ് ഹോട്ടലിൽ താമസം ഉറപ്പിച്ചു. ഇടയ്ക്കൊരു ദിവസം 400 രൂപ പൊന്നപ്പനെ ഏൽപ്പിച്ച് നാട്ടിൽ പോയി വിവരങ്ങൾ അറിഞ്ഞു വരാമെന്ന് പറഞ്ഞ് കുറുപ്പ് യാത്ര തിരിച്ചതാണ്. പിന്നെ പൊന്നപ്പൻ കുറുപ്പിനെ കണ്ടിട്ടില്ല. ഇതിനിടെ കരുവാറ്റയിൽ വെച്ച് സുകുമാരക്കുറുപ്പിനെ പിടികൂടിയെന്ന വാർത്ത പ്രചരിച്ചു. അതോടെ പൊന്നപ്പന് അങ്കലാപ്പായി. പിന്നെ വരും വരായികളൊന്നും ചിന്തിച്ചില്ല. വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് കരുതി ഇറങ്ങി പുറപ്പെട്ടു. മദ്രാസിൽ നിന്ന് കൊല്ലത്ത് ട്രെയിൻ ഇറങ്ങി. അവിടെ നിന്ന് കായംകുളത്തുള്ള ഒരു ബന്ധുവീട്ടിൽ ചെന്നു. പത്രങ്ങളിലൂടെ ദിവസേന ചാക്കവധത്തെക്കുറിച്ച് അറിയാവുന്ന ബന്ധുവീടുകൾ പൊന്നപ്പനെ ആട്ടിപ്പായിച്ചു. പിന്നെ ബസ്സിൽ കയറി മാവേലിക്കര വഴി ചങ്ങനാശ്ശേരിയിലെത്തി. അവിടെ നിന്ന് ബോട്ടിൽ ആലപ്പുഴയ്ക്ക് കടക്കുമ്പോഴാണല്ലോ പോലീസ് പിടിയിലായത്. പോലീസ് ഇന്ന് വരെ സുകുമാരക്കുറുപ്പിനെ കണ്ടിട്ടില്ലെങ്കിലും കുറുപ്പിനെ കണ്ടെന്ന് പറയുന്നവർ ധാരാളം. ലക്ഷക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് രാജ്യത്തിനകത്തും പുറത്തും പോലീസ് ഊർജിതമായി തെരച്ചിൽ നടത്തിയെങ്കിലും ഒരറിവും ലഭിച്ചിട്ടില്ല. പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്ന കുറുപ്പ് രഹസ്യമായും ഒട്ടൊക്കെ പരസ്യമായും ചെറിയ നാട്ടുള്ള വീട്ടിൽ വന്നു പോകാറുണ്ടെന്ന് പറയപ്പെട്ടിരുന്നു. ആദ്യം കുറച്ചുകാലം താടിയും തലപ്പാവും വെച്ച് ഒരു സിഖുകാരന്റെ വേഷത്തിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ റെപ്രസെന്റേറ്റീവായി കുറുപ്പ് കേരളത്തിലുടനീളം കുസലന്യെ സഞ്ചരിച്ചിരുന്നു അത്രേ. എന്നാൽ ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടതോടെ സിഖ് വേഷത്തിൽ കുറുപ്പിന് രക്ഷയില്ലെന്നായി. അതിനുശേഷം പ്ലാസ്റ്റിക് സർജറി വഴി മുഖത്തിന്റെ ആകൃതി മാറ്റിയിട്ടാണ് പോലും കുറുപ്പ് നാട്ടിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. അങ്ങനെയാകുമ്പോൾ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും മാത്രമേ കുറുപ്പിനെ തിരിച്ചറിയാൻ കഴിയൂ. ഭാര്യ വീടായ സ്മിതാ ഭവനിലും മുറയ്ക്ക് വന്നു പോകാറുണ്ടെന്ന് പറയപ്പെടുന്നു. 1987 തെരഞ്ഞെടുപ്പ് കാലത്ത് ഏതാനും ദിവസമെങ്കിലും കുറുപ്പ് ചെറിയനാട്ട് താമസിച്ചിട്ടുണ്ടെന്ന നിഗമനത്തിലാണ് കുറുപ്പിനെ തെരയുന്ന രഹസ്യ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എത്തിച്ചേർന്നത്. കുറുപ്പിന്റെ ഭാര്യ സരസുവിന്റെ സഹോദരി രാധാമണിയുടെ കല്യാണം ചെറിയനാട്ടെ ക്ഷേത്രത്തിൽ 87 വെച്ച് നടത്തിയപ്പോ അനുജത്തിക്ക് ജ്യേഷ്ഠത്തിയുടെ സമ്മാനം 7 പവന്റെ സ്വർണമാലയായിരുന്നു. കല്യാണത്തിന് അബുദാബിയിൽ നിന്നെത്തിയ ഇവരുടെ സഹോദരൻ ശ്രീധരനെ ഒരു ദിവസം തടഞ്ഞു വെച്ച ശേഷമാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാർ തിരിച്ചു പോകാൻ അനുവദിച്ചതെന്ന് പറയുന്നു. അബുദാബിയിൽ സുകുമാരക്കുറുപ്പിന്റെ വകയായി 2 കടകൾ അക്കാലങ്ങളിൽ ഭംഗിയായി പ്രവർത്തിച്ചിരുന്നുവെന്ന് നാട്ടിലെത്തിയ കുറുപ്പിനെ പരിചയമുള്ളവർ പറഞ്ഞിരുന്നു. ഒന്ന് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വിൽക്കുന്ന സ്ഥാപനമായിരുന്നു. എന്തായാലും ചാക്കോവധത്തിൽ സുകുമാരക്കുറുപ്പ് ഒഴികെ എല്ലാവരെയും പോലീസ് പിടികൂടി. 1-2 പ്രതികളായ ഭാസ്കരപിള്ള, പൊന്നപ്പൻ എന്നിവരെ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചു. 3-4 പ്രതികളായ സരസമ്മ, സുകുമാരക്കുറുപ്പിന്റെ ഭാര്യ, തങ്കമണി, ഭാസ്കരപിള്ളയുടെ ഭാര്യ എന്നിവരെ വെറുതെ വിട്ടു. കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റകൃത്യങ്ങൾക്കാണ് ഭാസ്കരപിള്ളയ്ക്കും പൊന്നപ്പനും
IPC 320 വകുപ്പ് പ്രകാരം ജീവപര്യന്തം കഠിന തടവും 120B വകുപ്പിനനുസരിച്ച് 5 വർഷം കഠിന തടവും ശിക്ഷയും വിധിച്ചത്. IPC 120B വകുപ്പ് അനുസരിച്ച് ഗൂഢാലോചനയ്ക്കാണ് സുകുമാരക്കുറുപ്പിന്റെ ഭാര്യ സരസമ്മയുടെ പേരിൽ കുറ്റം ചാർജ് ചെയ്തിരുന്നത്. അബുദാബിയിൽ നടത്തിയെന്ന് പറയുന്ന ഈ ഗൂഢാലോചനയ്ക്ക് മതിയായ തെളിവുകളില്ലെന്ന് കോടതി വിധിന്യായത്തിൽ പറഞ്ഞു. ചാക്കോയുടെ മൃതദേഹം പ്രതികൾ ചെറുനാട് സ്മിത ഭവനിൽ കൊണ്ടുവന്ന് കുളിമുറിയിൽ കയറ്റി പെട്രോൾ ഒഴിച്ച് കത്തിച്ച് മുഖം വികൃതമാക്കിയപ്പോ വീട്ടിലുണ്ടായിരുന്ന ഭാസ്കരപിള്ളയുടെ ഭാര്യ തങ്കമണി പോലീസിൽ അറിയിച്ചില്ല എന്നതായിരുന്നു അവരുടെ പേരിൽ IPC 202 വകുപ്പ് പ്രകാരം ചുമത്തിയിരുന്ന കുറ്റം. ഇതിന് മതിയായ തെളിവില്ലെന്ന് കോടതി കണ്ടെത്തി. ഈ സാഹചര്യത്തിലാണ് സരസമ്മയെയും തങ്കമണിയെയും കോടതി വെറുതെ വിട്ടത്. ഈ കേസിൽ അബുദാബിയിൽ ഓഫീസ് ബോയ് ആയി ജോലി നോക്കിയിരുന്ന ഷാഹു മാപ്പുസാക്ഷിയായി. സംഭവം നടന്ന 6 വർഷമായിട്ടും പോലീസിന് പിടികൂടാൻ കഴിയാത്ത പ്രധാന പ്രതിയാണ് സുകുമാരക്കുറുപ്പ്. അതുകൊണ്ട് തന്നെ കുറുപ്പിനെ കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് മറ്റു പ്രതികളുടെ വിചാരണ നടത്തിയത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ലബോറട്ടറി അസിസ്റ്റന്റ് മധുസൂദനാണ് ചാക്കോയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ഈതർ അറിഞ്ഞുകൊണ്ടായാലും അറിയാതെയായാലും കൊടുത്തത്. അയാളും ഈ കേസിലെ സാക്ഷിയായി. ഈതർ കഴിച്ചാണ് ചാക്കോ മരിച്ചതെന്ന് കോടതി കണ്ടെത്തി. പക്ഷേ നമ്മുടെ പോലീസിന്റെ ബുദ്ധികൂർമ്മതയ്ക്ക് ഇന്നും ചോദ്യചിഹ്നമായി സുകുമാരക്കുറുപ്പ് പിടികുട്ടാപ്പുള്ളിയായി തുടരുന്നു. രൂപവും ഭാവവും വേഷവും അടിക്കടി മാറുന്ന വലിയ തന്ത്രശാലിയാണ് കുറുപ്പ്. മുടിയും താടിയും നീട്ടി വളർത്തിയായിരിക്കാം. എങ്കിലും സൂക്ഷ്മദൃഷ്ടിയ നോക്കിയാൽ ഇടത്തെ കാതിന് മുകളിൽ ഒരു കുരുമുളകിനോളം വലിപ്പമുള്ള മറുക് കാണാം. വലത്തെ ചെവിയുടെ അടിവശം മുതൽ താടിയുടെ അടിഭാഗം വരെ നീളവ്യത്യാസം കാണാം. നാസാദ്വാരങ്ങളിലൂടെ മൂക്കിന്റെ പാലം വ്യക്തമായി കാണാൻ കഴിയും. ഇത്തരം ലക്ഷണങ്ങളോടെ 60-നടുത്ത പ്രായമുള്ള ആരെയെങ്കിലും നിങ്ങൾ കാണുകയാണെങ്കിൽ തന്ത്രപൂർവ്വം അടുത്തുകൂടി സംസാരിച്ചു നോക്കൂ. അത് കുറുപ്പാണെന്ന് ഉറപ്പായാൽ ഇയാളെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം. കാരണം പോലീസ് ഡയറിയിൽ ഇയാൾ പിടികിട്ടാപ്പുള്ളി തന്നെയാണ്. പ്രഖ്യാപിത കുറ്റവാളിയായ ഈ മനുഷ്യനെ ഇന്ത്യയിലെ ഏതൊരു പൗരനും അറസ്റ്റ് ചെയ്യാം. സുകുമാരക്കുറുപ്പിന് എപ്പോൾ അറസ്റ്റ് ചെയ്താലും പ്രത്യേകമായ വിചാരണ നടത്താൻ ക്രിമിനൽ നടപടി പ്രകാരം വ്യവസ്ഥയുണ്ട്. സുകുമാരക്കുറുപ്പിനെ എവിടെയെല്ലാം വെച്ച് ആരെല്ലാം കണ്ടു എന്നതിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് കൊടുത്ത് മറ്റു സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും കാണാം. നന്ദി.